ഫ്രണ്ട്സ് എന്ന ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FSIയെ കുറിച്ചാണ്. അതായത് ഫുഡ് ബിസിനസ് തുടങ്ങുന്നവർ തീർച്ചയായും എടുക്കേണ്ട ലൈസൻസ് ആണ് FSIയുടെ ലൈസൻസ്. ഇത് രണ്ടായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് FSIയുടെ ലൈസൻസ്, അതുപോലെ തന്നെ FSIയുടെ രജിസ്ട്രേഷൻ. അപ്പോൾ FSIയുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 12 ലക്ഷമോ അതിനു താഴെയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കേണ്ടതാണ് FSIയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ചെറുകിട സംരംഭകർ, അതായത് പുതിയതായി തുടങ്ങുന്നവരൊക്കെ FSIയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതായത് ടേൺ ഓവർ 12 ലക്ഷം താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ. ഇതിന് കോസ്റ്റും വളരെ ചെറുതാണ്. ഗവൺമെന്റ് ഫീസ് ഒരു വർഷത്തിന് വരുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 വർഷത്തിന് എടുക്കാൻ 500 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? FSIയുടെ രജിസ്ട്രേഷന് എടുക്കാൻ പറ്റും. ഒരു വർഷത്തെയാണ് 100 രൂപ എന്ന് പറയുന്നത്. ഇനി FSIയുടെ ലൈസൻസ്, അതായത് 12 ലക്ഷത്തിന് മുകളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് FSIയുടെ ലൈസൻസ് ആണ്. അപ്പോൾ ഇതിൽ ഡോക്യുമെന്റ്സ് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യും? ലൈസൻസിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ FSIയുടെ രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. അതായത് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ, അഡ്രസ് പ്രൂഫ് ആയിട്ട് എന്തെങ്കിലും ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? FSIയുടെ രജിസ്ട്രേഷൻ കൊടുക്കാൻ പറ്റും. ലൈസൻസ് ആണെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ്സ് മാത്രം പോരാ, ഇതെല്ലാം ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ FSI ലൈസൻസ് എടുക്കുന്നവരാണെങ്കിൽ ഏകദേശം ഇതാണ് നമ്മൾ ഉണ്ടായ ചെക്ക് ലിസ്റ്റ് ആണ്. ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷനിൽ പറഞ്ഞ ആധാർ കാർഡ്, പാൻ കാർഡ്, റെന്റൽ അഗ്രിമെന്റ്, അതുപോലെ തന്നെ ഫോട്ടോ, ഈ ഒരു നോർമൽ ഡീറ്റെയിൽ, അതായത് പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു നോർമൽ ഡീറ്റെയിൽസ് ഇതിലും കൊടുക്കണം. പുറമെ നമുക്ക് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ലൈസൻസ് എടുക്കുന്നത് 2 കേസിലാണ്. ഒന്ന് 12 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ടേൺ ഓവർ പോവാണ്, അത് അല്ലെങ്കിൽ നമ്മൾ വേറെ സ്റ്റേറ്റിലേക്കും സെയിൽ ചെയ്യാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ലൈസൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈസൻസ് എടുക്കുമ്പോൾ നോർമൽ പറഞ്ഞ ഡീറ്റെയിൽസും അതിന് പുറമെ നമ്മൾ അപ്ലോഡ് ചെയ്തേണ്ടത് അതായത് നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈസൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിന്റെ കോഡ് നമുക്ക് വേണം. പിന്നെ ആ ഒരു യൂണിറ്റിന്റെ ബ്ലൂ പ്രിന്റ് എന്ത് ചെയ്യണം? നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ റീകോൾ പ്ലാൻ, അതായത് ഇൻ കേസ് നമ്മളെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ തിരിച്ചെടുക്കും, അതിന്റെ ഒരു റീകോൾ പ്ലാൻ അത് നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഒരു ഫോട്ടോ, അതിന്റെ ഫോട്ടോസും വേണം. അതുപോലെ ബ്ലൂ പ്രിന്റും വേണം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അവിടെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ആ എക്യുപ്മെന്റ്സിന്റെ ഫോട്ടോ, എത്ര HP ആണ് അതിന്റെ പവർ കൺസപ്ഷൻ എന്നുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചാണ്ട്, അതായത് വാട്ടർ ഉപയോഗിച്ചാണ്ടുള്ള അതായത് ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ വെള്ളത്തിന്റെ പ്രശ്നമൊന്നുമില്ല എന്ന് സർട്ടിഫൈ ചെയ്ത വാട്ടർ അതോറിറ്റിന്റെ ഒരു പേപ്പർ ഉണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് ഇതിൽ സബ്മിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിൽ ഒരു നോമിനേഷൻ പേഴ്സൺ, ആരാണ് ഇതിന്റെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ, അവരുടെ ഡീറ്റെയിൽസ്. പ്രോപ്പർട്ടിഷിപ്പ് ആണെങ്കിൽ നോർമലി ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കും. പാർട്ണർഷിപ്പ് ആണെങ്കിൽ അതിലായതിന് പാർട്ണറുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ആരാണ് അതിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രൂഫ് ഓഫ് പ്രിമൈസസ്, നേരത്തെ പറഞ്ഞ റെന്റൽ അഗ്രിമെന്റ് കൊടുത്താൽ മതി. പിന്നെ പാർട്ണർഷിപ്പോ അതല്ലെങ്കിൽ LLP കമ്പനിയൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ ഡോക്യുമെന്റ്സ്, അതായത് പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പിന്റെ ഡീഡ് ഉണ്ടാവും, കമ്പനിയോ LLP ഒക്കെ ആണെങ്കിൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് കൂടി ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ, പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഫോം ഉണ്ട്. അത് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് എന്നുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോർമലി ഈ ഒരു ചെക്ക് ലിസ്റ്റിലുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈസൻസ് എടുക്കുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. പക്ഷേ രജിസ്ട്രേഷൻ ആണെങ്കിൽ വളരെ ഈസിയാണ്. നേരത്തെ പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാം. ഇനി ഇവിടെ ഉള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ ലൈസൻസിന്റെ ഫീസിൽ വലിയൊരു മാറ്റമുണ്ട്. അതായത് രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ വെറും 100 രൂപയെ അതിന്റെ എക്സ്പെൻസ് വരുന്നുള്ളൂ. അതായത് ലൈസൻസ് ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് സ്റ്റേറ്റ് ലൈസൻസ് അതായത് കേരളത്തിലാണ് എടുക്കുന്നത്, കേരളത്തിൽ മാത്രം ബിസിനസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസ് മാനുഫാക്ചറിങ് ആണെങ്കിൽ 3000 രൂപയാണ് ഒരു വർഷത്തിന് വരുന്നത്. അപ്പോൾ 5 വർഷത്തിനാണെങ്കിൽ 15000 രൂപ ലൈസൻസിന് വരും. ഒരു വർഷത്തിന് 3000 രൂപ. ഇനി ട്രേഡിംഗ് ആണ്, അതായത് നമ്മൾ സാധനം വാങ്ങി അതുപോലെ വിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ട്രേഡിംഗ് എന്ന കാറ്റഗറിയിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ 2500 രൂപയാണ് ഒരു വർഷത്തിന് ലൈസൻസിന് വരുന്നത്. പക്ഷെ ഇവിടെ ഒരു പലർക്കുള്ള സംശയം, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അത് റീപാക്ക് ചെയ്യും, റീപാക്ക് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ അത് ജനറൽ മാനുഫാക്ചറിങ് എന്നുള്ള കാറ്റഗറിയിൽ വരും.
അപ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ടത് ലൈസൻസ് ഏതാണോ, ട്രേഡിംഗ് അല്ല മാനുഫാക്ചറിങ് എന്നുള്ള കാറ്റഗറിയിലാണ് അത് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ 3000 രൂപ ഒരു വർഷത്തിന് വരും. ഇനി ഇത് നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല വേറെ സ്റ്റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് സെൻട്രൽ ലൈസൻസിലേക്കാണ് പോവുക. സെൻട്രൽ ലൈസൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ 3000 എന്നുള്ളത് അവിടെ 7500 പ്ലസ് GST വരും. അപ്പോൾ ഒരു 9,000 അടുത്ത് ഒരു വർഷത്തിന് ഇതിന്റെ ലൈസൻസ് ഫീ വരുന്നുണ്ട് FSIയുടെ ലൈസൻസിന്. പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട്സ് ടാക്സ് പരമായിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. അക്കൗണ്ട്സ് ടാക്സ് പരമായിട്ടുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള രജിസ്ട്രേഷന്, അതുപോലെ ലൈസൻസുകൾ, അതുപോലെ GST ഇൻകം ടാക്സ് കാര്യങ്ങളിൽ വന്ന നോട്ടീസുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, അതിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.